ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിതൊരു അടിപൊളി ബനാന ബ്രെഡ് ഉണ്ടാക്കാം. പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ് ഈ ബനാന ബ്രെഡ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് നല്ല നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചേർത്തിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് നല്ല അടിപൊളി സ്റ്റൈലിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം തന്നെ വേണ്ടത് ഒരു 4-5 പഴം, നന്നായിട്ട് പഴുത്ത പഴം വേണം. പഴം നന്നായിട്ട് പഴുത്തിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ പഴം ഒരു 4-5 എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലിട്ടോ ബ്ലെൻഡറിലിട്ടോ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചടിച്ച് നല്ല സ്റ്റൈലായിട്ട് നല്ല ഒന്ന് കഷ്ണങ്ങളൊന്നുമില്ലാതെ ആക്കിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, വൈറ്റ് ഷുഗർ 1 കപ്പ് ഇടുക. എന്നിട്ട് ബ്രൗൺ ഷുഗർ 1 കപ്പ് കൂടെ ചേർക്കുക. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. 2ാമത്തെ കപ്പും വൈറ്റ് ഷുഗർ തന്നെ ചേർത്താൽ മതി. എന്നിട്ട് അതിന് പകരമായിട്ട് പിന്നീട് വരുമ്പോൾ ഞാൻ പറയാം, ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കേണ്ടി വരും. തൈര് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ തൈരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1 കപ്പ് വൈറ്റ് ഷുഗർ, 1 കപ്പ് ബ്രൗൺ ഷുഗർ രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് കണ്ടാൽ അറിയാം. ഇനി അതിലേക്ക് ബട്ടർ, ഒരു 150 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ബട്ടർ റൂം ടെമ്പറേച്ചറിലാക്കി സോഫ്റ്റാക്കി എടുത്ത ബട്ടറാണ്. അതിലേക്കൊന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കണം, അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് പിന്നെ വീണ്ടും മെൽറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് ഈ ബട്ടർ ഇപ്പം നമ്മൾ പഴവും പഞ്ചസാരയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഇടുകയാണ്. ഞാനൊരു 4 മുട്ടയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. മുട്ടയും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലാക്കി എടുത്ത മുട്ടയാണ്. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയെടുത്ത മുട്ടയാണ്. ആ മുട്ട ഓരോന്നായിട്ടാണ് ചേർക്കുന്നത്. ഓരോന്നും ചേർത്തതിന് ശേഷം നന്നായി അടിച്ച് യോജിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ ബാക്കി 2 മുട്ടയും കൂടെ ചേർക്കുക. നന്നായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ചേർക്കുന്നത്. അങ്ങനെ 4 മുട്ടയും അടിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം 1 കപ്പ് മൈദ ചേർക്കുകയാണ്. മൈദ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മൈദ ചേർത്ത് കട്ടൊന്നാവാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ആൽമണ്ട് മീൽ ചേർക്കുകയാണ്. ആൽമണ്ട് മീൽ ഇതുപോലെ ഇരിക്കും. ഇത് ചേർത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഹെൽത്തിയാണ്, പിന്നെ നല്ല ടേസ്റ്റും കിട്ടും. സാധാരണ മൈദ മാവ് ചേർക്കുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണ്, അതുകൊണ്ടും കൂടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഞാൻ അതിലേക്ക് ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിനിടയ്ക്ക് കട്ടയൊന്നും ആവാതെ സൂക്ഷിക്കണം, നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഓർക്കുക ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി ആദ്യം പറഞ്ഞ തൈരുണ്ടല്ലോ, ആ തൈര് ചേർക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈര് അത് ചേർക്കേണ്ട സമയം ഇപ്പോഴാണ്. ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് തൊട്ട് മുമ്പാണ് തൈര് ചേർക്കേണ്ടത്, ബ്രൗൺ ഷുഗർ അല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ. ഇനി അതിനുശേഷം നമ്മൾ നട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നട്ട്സ് കാഷ്യൂ നട്ട്സ്, പീക്കൻ നട്ട്സ്, വാൽനട്ട്സ് ഇതെല്ലാമാണ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം, വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാനുള്ള 2 ടിന്നുകൾ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഓയിലാണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഓയിൽ സ്പ്രേ ചെയ്യുകയോ ബട്ടർ തേക്കുകയോ എങ്ങനെയാണേലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഈ ബേക്കിംഗ് പേപ്പർ ലൈനിങ് ഇടുകയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഓവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ട്രേയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പേപ്പറിൻ്റെ 2 സൈഡും പിടിച്ചെങ്കിൽ പൊക്കി എടുത്താൽ മതി. പിന്നെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ടിന്ന് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ 2 സൈഡിലേക്ക് ഞാൻ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ 2 ടിന്നിലേക്കും ഈക്വലായിട്ട് ഒഴിക്കുക. ഈക്വൽ ക്വാണ്ടിറ്റി 2 ടിന്നിൽ ഒരേപോലെ ഒഴിക്കുക. ഇനി ഈ ട്രേ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ലെവലാക്കിയിട്ട് ഓവനിൽ വെക്കുക. പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് വെക്കുക. 175 ഡിഗ്രി ചൂടിലാണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വെക്കുക. 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാനെടുത്ത സമയം. ഇനി ടിന്നിൻ്റെ സൈസും ഷേപ്പും ഒക്കെ അനുസരിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് സമയം മാറി വരും. അതുകൊണ്ട് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക, അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുക അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന്. കറക്റ്റായിട്ട് സ്ക്യൂർ കറക്റ്റായിട്ട് ക്ലീനായിട്ട് പുറത്ത് വന്നാൽ അത് ഉൾഭാഗം നന്നായി വെന്തു എന്നർത്ഥം. ഇനി അത് ചൂടാറാൻ വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം അത് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.